Hello, my dear students. Welcome to JEE Advanced Discussion. ഇന്ന് നമുക്ക് പ്രോബബിലിറ്റി മാത്തമാറ്റിക്സ് ടെക്സ്റ്റിലെ ലാസ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റിയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. JEE അഡ്വാൻസ് പ്രോബബിലിറ്റി അഡ്വാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പേപ്പർ 1-ലും പേപ്പർ 2-ലും പ്രോബബിലിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കപ്പോൾ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി? സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ആൻ എക്സ്പെരിമെൻറ്റ്. ഇത് 2023 കേട്ടോ, കഴിഞ്ഞ വർഷത്തെ JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ആൻ എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ റിപ്പീറ്റഡ്ലി. കോയിൻ ടോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അൻറ്റിൽ the outcomes of two consecutive tosses are same. ഫസ്റ്റ് സെൻറ്റൻസ് മനസ്സിലായോ? ഞാൻ ഇങ്ങനെ കോയിൻ ടോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ 2 ടോസ് സെയിം വന്നാൽ ഗെയിം അവിടെ അവസാനിപ്പിക്കും. ഹെഡ് ടൈൽ അങ്ങനെ പോയാൽ കുഴപ്പമില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഹെഡ് വന്നു, അവിടെ നിർത്തും. ടൈൽ വന്നു, അവിടെ നിർത്തും. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് ടൈല ഹെഡ് വന്നാൽ ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എപ്പോഴാണ് 2 ടൈൽ വരുന്നത് അവിടെ നിർത്തും, എപ്പോഴാണ് 2 ഹെഡ് വരുന്നത് അവിടെ നിർത്തും. ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് റാൻഡം ടോസസ് റിസൾട്ടിങ് ഹെഡ് ഈസ് 1/3. ഹെഡിൻ്റെ പ്രോബബിലിറ്റി 1/3 ആണ്. അപ്പോൾ ടൈലിൻ്റെ പ്രോബബിലിറ്റി 1 - 1/3 2/3 ആണ്. Then the probability that the experiment stops with head. ഹെഡിലായിരിക്കണം എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതായത് ലാസ്റ്റ് 2 ടോസ് ഹെഡ് വന്ന് അവസാനിപ്പിക്കണം. ഒരു കാരണവശാലും ടി വരരുതെന്നാണ് ചുരുക്കം. ടി വന്നാൽ ഞാൻ അപ്പം ഗെയിം അവസാനിപ്പിക്കും. ആ കേസ് എനിക്ക് എടുക്കണ്ട. എച്ച് വന്ന് ഗെയിം അവസാനിപ്പിക്കുന്ന കേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നോക്കൂ. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, P of H, ഹെഡിൻ്റെ പ്രോബബിലിറ്റി. P of H 1/3 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹെഡിൻ്റെ പ്രോബബിലിറ്റി 1/3 ആണെങ്കിൽ ടൈലിൻ്റെ പ്രോബബിലിറ്റി 1 - 1/3 ആയിരിക്കും, which is 2/3. ഇത്രയും ഓക്കെ. Then the probability that experiment stops with the head. നോക്കൂ, പ്രോബബിലിറ്റി ദാറ്റ് എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് വിത്ത് ഹെഡ്. എനിക്ക് ആദ്യം തന്നെ 2 ഹെഡ് കിട്ടിയെന്നിരിക്കട്ടെ, ഞാൻ അവിടെ ഗെയിം അവസാനിപ്പിച്ചു. ഇങ്ങനൊരു കേസ് വരാം. ഇത് ആദ്യം തന്നെ സംഭവിക്കണമെന്നില്ല, ഞാനൊരു ഓർഡറിൽ എഴുതുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആദ്യം ഒരു ടൈല് കിട്ടി, പിന്നെ 2 ഹെഡ് കിട്ടി. ഇവിടെ ഞാൻ ഗെയിം അവസാനിപ്പിക്കും. 2 ടൈല് കിട്ടി ഗെയിം അവസാനിപ്പിക്കുന്ന കേസ് ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നു എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് വിത്ത് ഹെഡ്. അതല്ലെങ്കിൽ എനിക്ക് ഒരു ടൈല് കിട്ടി, ടൈലല്ല, ഒരു ഹെഡ് കിട്ടി, പിന്നെ ഒരു ടൈല് കിട്ടി, പിന്നെ 2 ഹെഡ് കിട്ടി. ഇവിടെ എനിക്ക് ഹെഡ് ആദ്യം തന്നെ കിട്ടി 2 എണ്ണം, പിന്നെ രണ്ടാമതാണ് ഹെഡ് കിട്ടിയത്, ഇവിടെ മൂന്നാമതാണ് 2 ഹെഡ് കിട്ടിയത്. വീണ്ടും ടൈല് വന്നു, ഹെഡ് വന്നു, ടൈല് വന്നു, ഹെഡ് വന്നു, അവസാനിപ്പിച്ചു. ഇത് 4th കേസിലാണ് 2 ഹെഡ് കിട്ടിയത്. അല്ലെങ്കിൽ ഹെഡ് വന്നു, ടൈല് വന്നു, ഹെഡ് വന്നു, ടൈല് വന്നു. 5th കേസിലാണ് 2 ഹെഡ് കിട്ടിയത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇൻഫിനിറ്റ് GP ഈക്വൽ ടു P of H. 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? P of H എന്ന് ഉദ്ദേശിക്കുന്നത് H ഇന്റർസെക്ഷൻ H എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്.
ഞാൻ എച്ച് ഇൻ്റർസെക്ഷൻ എന്ന് എഴുതിയിട്ടില്ല. എച്ച് ഇൻ്റർസെക്ഷൻ എച്ച്, ടി ഇൻ്റർസെക്ഷൻ എച്ച് ഇൻ്റർസെക്ഷൻ എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 1/3 വിച്ച് ഈസ് 1/9. അപ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് 1/9 പ്ലസ് ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/3 ഇൻറ്റു 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/9 പ്ലസ് 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 ഇൻറ്റു 1 ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/3 ഇൻറ്റു 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/9 പ്ലസ് 1 ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/3, 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3, വീണ്ടും 1 ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/3 ഇൻറ്റു 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/9. അഗൈൻ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3, ടെയിൽ 2/3, ഹെഡ് 1/3, ടെയിൽ 2/3, 2 ഹെഡ് 1/9 എക്സെട്ര. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഞാൻ എല്ലാ ടൈമിലും 1/9 കോമൺ ആണ്, ഔട്ട് സൈഡ് എടുക്കുന്നു. ബാക്കി 1 പ്ലസ് 2/3 പ്ലസ് 1/3 ഇൻറ്റു 2/3 പ്ലസ് 1/3 ഇൻറ്റു 2/3 ഇൻറ്റു 2/3 2/3 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ ഇൻറ്റു 2/3 സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇപ്പോൾ ഞാനിതൊരു ഇൻഫിനിറ്റ് ജി പി എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇൻഫിനിറ്റ് ജി പിയുടെ സം ഒക്കെ സം പ്ലസ്. പക്ഷെ അവിടെ ഒരു ചെറിയ ഇഷ്യൂ ഞാൻ നേരിടും. എന്താന്ന് നോക്കിയേ, ഇതിൻ്റെ കോമൺ റേഷ്യോ 2/3 ഇതിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. ഇതിനെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുക. അടുത്തതിനെ വീണ്ടും 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ടൈം കിട്ടും. അപ്പോൾ ഒരു കോമൺ റേഷ്യോ ഒരു പാറ്റേണേ കിട്ടുന്നില്ല. അതാണ് ഒരു ചെറിയ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. ബാക്കി വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഞാൻ ഈ ടേമുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഞാൻ ഈ ടിക്ക് ചെയ്തിരിക്കുന്ന ടേമുകളെല്ലാം ഒരുമിച്ച് എടുക്കുന്നു. വൺ പ്ലസ് 1/3 ഇൻറ്റു 2/3 പ്ലസ് 1/3 സ്ക്വയർ ഇൻറ്റു 2/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. നോക്കൂ, ഇതൊരു ഇൻഫിനിറ്റ് ജി പി ആണ്. ഫസ്റ്റ് ടൈം 1 കോമൺ റേഷ്യോ 2/9 അല്ലേ, 1/3 ഇൻറ്റു 2/3 വീണ്ടും 1/3 ഇൻറ്റു 2/3 അങ്ങനെ പോകും. അതുപോലെ തന്നെ സെക്കൻഡ് ഈ ടൈം അടുത്ത ടൈം ഞാൻ എഴുതിയിട്ടില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടൈമോടെ എഴുതി നോക്കിക്കോളൂ. ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. 2/3 പ്ലസ് 1/3 ഇൻറ്റു 2/3 സ്ക്വയർ പ്ലസ്, ശരിയല്ലേ, 1/3 ഇൻറ്റു 2/3 സ്ക്വയർ. ഏതെങ്കിലും ടൈമിൽ കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേക്കാം. 1/9 2/3 1/3 ഇൻറ്റു 2/3 1/3 ഇൻറ്റു 2/3 സ്ക്വയർ 1/3 സ്ക്വയർ ഇൻറ്റു 2/3 സ്ക്വയർ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ് ടു ഇൻഫിനിറ്റി which is equal to 1/9 into, this is an infinite GP. Sum to infinite terms of a GP is a by 1 minus r. First term 1, common ratio 2/9, 1 minus 2/9 plus next GP, first term 2/3, common ratio
1/3 ഇൻറ്റു 2/3. 1/3 ഇൻറ്റു 2/3 അല്ലേ? ഇതിനെ 1/3 ഇൻറ്റു 2/3. അപ്പോൾ എത്ര കിട്ടും? 2/9. സെയിം തന്നെ. വിച്ച് ഈസ് ഈക്വൽ ടു 1/9 ഇൻറ്റു, ടേക്ക് LCM. 9 മൈനസ് 2 7. 9 ന്യൂമറേറ്ററിലേക്ക് പോയി. 9/7 പ്ലസ് ഹിയർ ഓൾസോ ടേക്ക് LCM. 2/3 ഇൻറ്റു 9 minus 2 7/9, that is 9/7, which is equal to 1/9 into this 9/7 is taken common. Inside the bracket 1 plus 2/3, which is equal to 9 cancelled, 3 plus 2 5. സോ ഇവിടെ 1/7 ഉണ്ട് ഇൻറ്റു 3 LCM ആയിട്ട് എടുത്താൽ 5/3. സോ ആൻസർ ഈസ് 5/21. 5/21. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. 5/21. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇതൊരു ഈസി കാറ്റഗറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. ഇത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്. നമ്മൾ ആ ഗെയിം അവസാനിപ്പിക്കുന്നത് അതെവിടെയൊന്ന് നോക്കും. ടിൽ വി ഗെറ്റ് 2 tail ഓർ 2 head. എന്തുകൊണ്ടാണ് 2 tail ഞാൻ കൺസിഡർ ചെയ്യാത്തത്? ക്വസ്റ്റ്യനിൽ 2 head വരുന്ന കേസാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2 head വരുന്ന കേസിൽ ഞാൻ ആ ഗെയിം അവസാനിപ്പിക്കുന്നു. അതിനു മുൻപ് 2 tail കോൺസിക്യൂട്ടീവ് ആയിട്ട് വരാതെ ഞാൻ ശ്രദ്ധിക്കുന്നു. കാരണം ഹെഡ് വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും 2 ടൈല് കോൺസിക്യൂട്ടീവായിട്ട് വന്നാൽ എനിക്ക് അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. നിങ്ങൾ നോക്കിയേ, ഇവിടെ കണ്ടോ, എവിടെ എടുത്താലും ഈ 2 ഹെഡിന് മുമ്പ് ഞാൻ ഒരിക്കലും 2 റിപ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫേസ് ചെയ്തത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാം ഇൻഫിനിറ്റ് GPയിലേക്ക് പോകും. പക്ഷെ സാധാരണ പോലെ ഇൻഫിനിറ്റ് GP അല്ല, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ട വന്നു, 2 സെപ്പറേറ്റ് ഇൻഫിനിറ്റ് GPയിലേക്ക് എത്താൻ. അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് നേരിട്ടുള്ളൂ. എങ്കിലും നമുക്കൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈസി കാറ്റഗറിയിൽ തന്നെ പെടുത്താം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് 2021 ക്വസ്റ്റ്യനാണ്. 2021 പ്രോബബിലിറ്റി എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ. P of EFG 3 ഇവൻസ് ആണ്. P of E 1/8, P of F 1/6, P of G 1/4, and let intersection of these 3 1/10. ഇതൊക്കെ അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്. ഫോർ എനി ഇവൻറ്റ് H, ഇഫ് H കോംപ്ലിമെൻറ്റ് ഡിനോട്ട് കോംപ്ലിമെൻറ്റ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അവർ ഓപ്ഷനിലെല്ലാം കോംപ്ലിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്തേക്കണമെന്നുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ ട്രൂ? മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഈക്വൽ ടു എന്നല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു കമ്പാരിസൺ നടത്തിയാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് വാല്യൂ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനും കിട്ടേണ്ട ആൻസറും തമ്മിലൊരു കമ്പാരിസൺ, ലെസ് ദാൻ ഓർ ഈക്വലിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് ആദ്യം തന്നെ സ്വീകരിക്കുന്ന ഒരു മാർഗം വെൻ ഡയഗ്രാം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വെൻ ഡയഗ്രാം. കാരണം EF ഇൻ്റർസെക്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു വെൻ ഡയഗ്രാം വരയ്ക്കാം. EFG മൂന്നിലും കോമൺ ആയിട്ടുള്ള കേസ് തന്നിട്ടുണ്ട്. ദിസ് ബിക്കം 1/10.
നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ. ഓപ്ഷൻ എയിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി കോംപ്ലിമെൻ്റ് ആണ്. നോക്കൂ, ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ വരും. ഇയിലും എഫിലും കോമൺ ആയിട്ട് ഇത്രയും പോർഷൻസ് വരും. പക്ഷെ ജി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേ ഈ പോർഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരിയാണോ? ഞാൻ ഈ ഹൊറിസോണ്ടലായിട്ട് ഗ്രീൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ പോർഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എനിക്ക് ഇ എന്ന് പറയുന്ന സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്താൽ ഇ എന്ന് പറയുന്ന സർക്കിളിൽ നിന്ന് ഞാൻ 1/10 സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് ഇൻ്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. നോക്കൂ, ഇ എന്ന് പറയുന്ന സർക്കിളിൽ നിന്ന് ഇൻ്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ബാക്കി എന്തുമാത്രം പോർഷൻ വരും? ഇത് വരും, ഇത് വരും, ഇത് വരും. ഇത്രയും പോർഷൻ വരില്ലേ? ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ്. ഈ ലെഫ്റ്റും റൈറ്റോടെ കമ്പയർ ചെയ്താൽ ആരാ വലുത്? വിച്ച് ഈസ് ഗ്രേറ്റർ? തീർച്ചയായിട്ടും റൈറ്റ് സൈഡാണ് വരുന്നത്. അല്ലേ? ഒന്നുകൂടെ പറയാം. ഈ സർക്കിൾ എടുത്തു. ഈ സർക്കിളിൽ നിന്ന് ഈ പോർഷൻ മാത്രം ഞാൻ മാറ്റിക്കളഞ്ഞു. ബാക്കി ഇത് 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 ഇത്രയും പോർഷൻ വരും റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ ഷെയ്ഡ് ചെയ്തേക്കുന്നത് മാത്രം. ഞാൻ എന്തുകൊണ്ട് ഈ എടുത്തു എന്ന് വെച്ചാൽ ഈ എത്രയാൻ തന്നിട്ടുണ്ട്. എഫ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. സോ ഈയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1/8 മൈനസ് 1/10 നമുക്ക് 40 LCM ആയിട്ട് എടുത്താൽ 5 മൈനസ് 4 വിച്ച് ഈസ് 1/40. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/40 എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്, കറക്റ്റ്. ഇതേ നിലപാട് തന്നെ ഓപ്ഷൻ ബിക്ക് നമുക്ക് സ്വീകരിക്കാം. ഓപ്ഷൻ ബിയിലേക്ക് വരും. അവിടെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി. ഇതിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി. നോക്കൂ, ഇതാണ് എഫിൻ്റെയും ജിയുടെയും ഇൻ്റർസെക്ഷൻ. അതിനകത്ത് ഇ വരരുത്. ഇൻസൈഡ് എഫ് ഇൻസൈഡ് ജി ബട്ട് ഔട്ട്സൈഡ് ഇ. ഞാൻ ആദ്യം വരച്ചതുപോലെ വരച്ചാൽ ഈ പോർഷൻ. ഞാൻ ആദ്യം ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ ചെയ്യുവാണ്. പി ഓഫ് എഫിൽ നിന്ന് 1/10 സബ്ട്രാക്ട് ചെയ്യുന്നു. എഫ് എന്ന് പറയുന്ന സർക്കിളിൽ നിന്ന് 1/10 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എഫിൽ നിന്ന് 1/10 പോയി കഴിഞ്ഞാൽ ഇതുണ്ട്, 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 ഇത്രയും പോർഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ഡ് ചെയ്തിരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വലുത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പം നിങ്ങൾ പറയുകയാണ് സാറേ എഫിന് പകരം ഞങ്ങൾ ജി എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഈ ഓപ്ഷനിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാൻ ഈ എഫ് മാറ്റി ജിയിലേക്ക് ആക്കും. പി ഓഫ് എഫ് എത്രയാണ്? 1/6 മൈനസ് 1/10. ഇവിടെ 30 LCM ആയിട്ട് എടുത്താൽ 5 മൈനസ് 3 അല്ലേ, വിച്ച് ഈസ് 2/30
വിച്ച് ഈസ് 1/15. ഇപ്പം നമുക്ക് കിട്ടി പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/15. ഓപ്ഷൻ ബിയും ശരിയാണ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വരാം. ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ അവിടെ പി ഓഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി ആണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് പോർഷനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് യൂണിയൻ എടുക്കുമ്പോൾ എന്ത് വരും? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് പ്ലസ് പി ഓഫ് ജി മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് ഇ ഇൻ്റർസെക്ഷൻ ജി മൈനസ് എഫ് ഇൻ്റർസെക്ഷൻ ജി പ്ലസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി. ഇത്രയും ക്വാണ്ടിറ്റി വരുമ്പോഴാണ് ഈക്വൽ ആവുള്ളൂ. ഞാൻ ഈ മൈനസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഒന്നും എഴുതുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഈക്വൽ എന്നുള്ളത് മാറിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് വരും. കാരണം ഈ റൈറ്റ് സൈഡ് വലുതാവില്ലേ? ഇവിടെ കുറച്ച് സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എഴുതിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ ഈ യൂണിയൻ എഫ് യൂണിയൻ ജി എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇ എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ, എഫ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ, അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ ഈ പോർഷൻ 2 പ്രാവശ്യം കയറി വന്നു പ്ലസ് ഇത്. അപ്പോൾ ഈ പോർഷൻ 2 പ്രാവശ്യം കയറി വന്നു, ഇത് കയറി വന്നു, ഇത് 3 പ്രാവശ്യം കയറി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും റൈറ്റ് സൈഡ് കൂടുതലായിരിക്കും ലെഫ്റ്റിനേക്കാൾ. ഞാൻ ഇതെഴുതാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് 3 അറിയാം കേട്ടോ, അതുകൊണ്ടാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 പ്ലസ് 1/6 പ്ലസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര LCM ആയിട്ട് എടുക്കാം? 48 അല്ല 24 എടുക്കാം, കുഴപ്പമില്ല. 24 LCM ആയിട്ട് എടുത്തു. 3 പ്ലസ് 4 പ്ലസ് 6 which is equal to 13/24. That is P of E union F union G എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13/24 ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും കറക്റ്റാണ്. ഓക്കെ, എന്നോടെ പറയാം. ഇ യൂണിയൻ എഫ് യൂണിയൻ ജി എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റേ വരുന്നുള്ളൂ. ഇ എന്ന് പറയുമ്പോൾ ഈ സർക്കിൾ എടുത്തു, എഫ് എന്ന് പറയുമ്പോൾ ഇതെടുത്തു, ജി എന്ന് പറയുമ്പോൾ ഇതെടുത്തു. അപ്പോൾ ഈ പോർഷൻ തന്നെ 3 പ്രാവശ്യം കയറി വരുന്നു, ഈ പോർഷൻ 2 പ്രാവശ്യം, ഇൻ്റർസെക്ഷൻ്റെ പോർഷൻ 2 പ്രാവശ്യം. അപ്പോൾ റൈറ്റ് സൈഡ് എപ്പോഴും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ മാത്രം ചെക്ക് ചെയ്യാം. ലാസ്റ്റ് ഓപ്ഷനിലേക്ക് വരാം. നോക്കിക്കോളൂ, ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് എഴുതാൻ സ്പേസ് കുറവാണ്. നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ലാസ്റ്റ് ഓപ്ഷൻ ആദ്യത്തെ 3 ഓപ്ഷൻസ് കറക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് കോംപ്ലിമെന്റിനെ കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, ഇ എഫ് ജി ഇതിന്റെ കോംപ്ലിമെന്റ് ഔട്ട്സൈഡ് പോർഷനെ കുറിച്ചാണ് ലാസ്റ്റ് അവർ പറയുന്നത്. ഓക്കെ, ഈ പോർഷനെ കുറിച്ചാണ് അവർ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനെ കുറിച്ചാണ് അവർ പറയുന്നത്. പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഓപ്ഷൻ ഡി ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഇൻ്റർസെക്ഷൻ ജി കോംപ്ലിമെന്റ് ഇതെന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/12 എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് യൂണിയൻ ജി. സംശയമുണ്ടോ?
ടോട്ടൽ 1. അതിനകത്ത് ഈ സർക്കിളിന്റെ പോർഷൻ കുറച്ചാൽ ബാക്കിയുള്ളത് കിട്ടില്ലേ? സംശയമില്ലല്ലോ, ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഡി മോർഗൻസ് പ്രോപ്പർട്ടി ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ചെയ്യുന്ന പറയുമ്പോൾ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതി, ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. അത് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചാലും മതി. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 13/24 എന്ന് എഴുതുവാണ്. ഈക്വൽ ഇടാൻ ഇവിടെ പെർമിഷൻ ഇല്ല കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ എന്നാണ് ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത്. ഇതിന് പകരം 13/24 ഇടാനുള്ള പെർമിഷൻ ഇല്ല, ലെസ് ദാൻ ആണ്. ഞാനിപ്പോൾ ഈക്വൽ ഇട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നു. ഇത് LCM കണ്ടു കഴിഞ്ഞാൽ 12/24 അഥവാ 1/2 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ പറയുന്നു ഇതിനകത്തുനിന്ന് ഇവരുടെ ഓപ്ഷനിൽ അവർ തന്നിരിക്കുന്നത് 5/12 ആണ്. ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇതിനെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 6/12 എന്ന് കിട്ടി. 6/12 എന്ന് കിട്ടി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ 6/12 വരുന്നു, ഇവിടെ 5/12 വരുന്നു. ഇത് അവർ തന്നിരിക്കുന്ന 5/12, ഇതെനിക്ക് കിട്ടിയ 6/12. ഞാൻ പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ജി കാണാൻ വേണ്ടിയിട്ട് 1ൽ നിന്ന് 13/24 സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇത് കിട്ടി. ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇതിനേക്കാൾ ചെറുതാ, ലെസ് ദാൻ ഓർ ഈക്വലാ. അപ്പോൾ കുറയ്ക്കുന്ന ക്വാണ്ടിറ്റി ഇതിനേക്കാൾ ചെറുതാവുമ്പോൾ ആൻസർ ഇതിനേക്കാൾ വലുതാവില്ലേ? ഒന്നോടെ പറയാം. ഇ യൂണിയൻ എഫ് യൂണിയൻ ജി എന്ന് പറഞ്ഞാൽ 13/24 അതിനേക്കാൾ ചെറിയ വാല്യൂസോ ഞാൻ കുറയ്ക്കുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ ഡിക്രീസ് ഡിക്രീസ് ഡിക്രീസ്, ദെൻ ആൻസർ ഈസ് ഇൻക്രീസ് ഇൻക്രീസ് ഇൻക്രീസ്. ശരിയല്ലേ? സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ 13/24 ചെറുതാകുമ്പോൾ ആൻസർ കൂടി 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 പോകും. അപ്പോൾ ആൻസർ അങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ. ഇവർ പറയുന്നു ഇതിൻ്റെ ആൻസർ ഈ 5/12 ചെറുതാവണമെന്ന്. ഒരു കാരണവശാലും വരില്ല. 5/12 വലുതാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചേനെ, ചിലപ്പോൾ കയറി വരാം. കാരണം ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി 13/24 ചെറുതാണ്. സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി 13/24 ആയിരുന്നുവെങ്കിൽ 6/12 ആൻസർ കിട്ടിയേനെ. 13/24 ചെറിയ നമ്പറാണ് ഞാൻ കുറയ്ക്കുന്നത് എങ്കിൽ ആൻസർ 6/12 ഗ്രേറ്റർ ആകും. ഓക്കെ, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി. അപ്പോൾ ആദ്യത്തെ 3 ഓപ്ഷൻ കറക്റ്റാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലൂടെ ഒന്നും അല്ല ചെയ്തത്. ഇൻഈക്വാളിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, മോർ ദാൻ വൺ കറക്റ്റ് വരുമ്പോൾ കൃത്യമായി അറിയാവുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യുക. കൃത്യമായ ആൻസർ കിട്ടി ഉറപ്പാണെങ്കിൽ മാത്രം അത് മാർക്ക് ചെയ്യുക കേട്ടോ. സംശയത്തിൻ്റെ പുറത്ത് ചെയ്ത് മാർക്ക് കളയരുത്. കിട്ടിയ മാർക്കെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. വീണ്ടും 2023 ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതും 2023 ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന സെറ്റിൽ ഓർഡേർഡ് ബൈ XY ഉണ്ട്. അതായത് കുറേ പോയിന്റുകളുണ്ട്. അത് ഇസഡ് ക്രോസ് ഇസഡിൽ നിന്ന് എടുക്കുന്നതാണ്. അവരുദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ എക്സും വൈ എല്ലാം ഇൻറ്റിജർ ആയിരിക്കണം. ഇൻറ്റിജർ പോയിന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു എലിപ്സ് തന്നിട്ടുണ്ട്, പരാബോള തന്നിട്ടുണ്ട്. ആ 2 ഫിഗറിനും ഇൻസൈഡ് വരുന്ന പോയിന്റുകൾ എടുക്കുന്നു. ശ്രദ്ധിക്കുക, പോയിന്റ്സ് ആർ ഇൻറ്റിജേഴ്സ്. 3 distinct points PQ are randomly chosen. 3 പോയിന്റ് എടുക്കണം. Then the probability that PQR form triangle whose area is positive integer. 3 പോയിന്റ് എടുക്കണം, അതിൻ്റെ ഏരിയ പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ ഒന്ന് വരയ്ക്കാം.
ഫിഗർ ഒന്ന് വരയ്ക്കാം, നോക്കിക്കോളൂ. എലിപ്സിന്റെ മേജർ ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും. പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു 5x ആണ്. പരാബോള ഇങ്ങനെ വരുന്നു. എലിപ്സിൽ എക്സിന് 0 കൊടുത്താൽ വൈക്ക് √20 വരും. 2√5 എഴുതാം. വൈക്ക് 0 കൊടുത്താൽ എക്സിന് √8 വരും. 2√2 എഴുതാം. 0 വരും. ഇത് രണ്ടോടെ ഇതിനകത്ത് വരുന്ന പോർഷൻ, എലിപ്സിനകത്ത് ഹൈപ്പർബോളയുടെ ഇൻസൈഡ്, ഈ പോർഷനിലാട്ടോ പിയും ക്യു ആറും എടുക്കുന്നത്. ഇതാണ് എക്സ്. ഈ കംപ്ലീറ്റ് റീജിയൻ ആണ് എക്സ്. ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് എക്സിൽ വരുന്നത്. ഇവിടെ നിന്നുള്ള ഇൻറ്റിജർ പോയിന്റ് എക്സിന് എടുക്കാമുള്ളൂ. ഇൻറ്റിജർ പോയിന്റ്. അതിൽ നിന്ന് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. എന്താ മനസ്സിലാക്കേണ്ടത്? എക്സിന് എടുക്കേണ്ട പോയിന്റുകൾ ഇതിനകത്ത് വരണം. ഇതിനകത്ത് വരുന്ന ഇൻറ്റിജേഴ്സേ എടുക്കാമുള്ളൂ. അപ്പോൾ ഈക്വലും പറ്റില്ല. അപ്പോൾ എക്സിന് എടുക്കാവുന്നത് 1ഉം 2ഉമാണ് എടുക്കാവുന്നത്. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. രണ്ട് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ x²/8 പ്ലസ് y² പകരം 5x കൊടുത്തു. 5x/20 = 1. x²/8 പ്ലസ് x/4 = 1. x² പ്ലസ് 2x = 8. x² മൈനസ് പ്ലസ് 2x മൈനസ് 8 = 0. x പ്ലസ് 4 ഇൻറ്റു x മൈനസ് 2 = 0. x = -4, 2. അപ്പോൾ ഈ പോയിന്റ് വരുന്നത് 2 ആണ്. ഈ പോയിന്റ് വരുന്നത് 2, എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ വൈക്ക് 10 വരും. പരാബോള കൊടുത്തേ y² = 10 വരും. y² 10 ആണെങ്കിൽ y √10. അപ്പോൾ ഒരു 3 പോയിന്റ് സംതിങ്. അപ്പോൾ ഇതൊരു 2.2, 3.2 എന്ന് എഴുതി. -3.2 y നെഗറ്റീവ് അല്ലേ ഈ പോയിന്റ്. ഇതിപ്പോൾ ഞാൻ AB എന്ന് വിളിച്ചു. ഇത് A. B എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. 2,3.2. 2,3.2. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, എക്സിന് പിന്നെ ഇൻറ്റിജർ വരുന്നത് എവിടെയാണ്? CD. ഇത് 2, ഇത് 1. ഈ പോയിന്റ് എലിപ്സിന്റെ പുറത്തേക്ക് പോകട്ടോ. 30. ഓക്കെ. 30 എന്ന് പറയുമ്പോൾ അടുത്ത് 30 ഇതിന്റെ പുറത്താ വരുള്ളൂ. കാരണം എക്സിന് 3യും വൈക്ക് 0യും കൊടുക്കും. 9/8. 9/8 <1 അല്ല, >1 ആണ്. അപ്പോൾ ഈ പോയിന്റ് CD എന്ന് വിളിച്ചു. 1, എക്സിന് 1 അല്ലേ? എക്സിന് 1 എന്നുള്ളത് പരാബോളയെ കൊടുത്തേ y² = 5 വരും. y² = 5 ആണെങ്കിൽ y = എന്താണ്? √5. അത് ഞാനൊരു 2.2 എന്ന് എടുത്തു. ഇത് -2.2. ഇതോ 1, +2.2. ഓക്കെ. ഇത് ഞാനൊന്ന് മാറ്റി കേട്ടോ. ഇതാ എന്താ നമ്മൾ പോയിന്റ് കണ്ടുപിടിച്ചതാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഈ PQR എന്ന് പറയുന്നത് ഈ പോർഷനകത്ത് വരുമെങ്കിലും PQR നമുക്ക് ഈ ലൈനിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നൊരു P കിട്ടില്ല. കാരണം എന്താ? ഇവിടെ ഒന്നും എക്സ് ഇൻറ്റിജർ അല്ലല്ലോ. അപ്പോൾ PQR ഈ ലൈനിൽ നിന്ന് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എക്സ് അവിടെ മാത്രമേ ഇൻറ്റിജർ ആയിട്ടുള്ളൂ.
ഇനി ആ ഫിഗർ ഒന്ന് നിങ്ങളെ ഞാൻ വരച്ച് കാണിക്കാം. ഞാനതൊന്നും ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുവാണ് കേട്ടോ. സി ഡി എ ബി, സി ഡി എ ബി. ഈ എ ബിയിൽ വരുന്ന ഇൻറ്റിജർ പോയിന്റ് ഏതാന്ന് പറയുമ്പോൾ ഇത് ഇൻറ്റിജർ അല്ല കേട്ടോ, ഇതെടുക്കാൻ പറ്റില്ല. നോക്കൂ, 2 - 3, 2 2 - 2, 2 - 1, 2 0, 2 1, 2 2, 2 3. ഇത്ര ഇൻറ്റിജർ പോയിന്റ് ആണ് എ ബിയിൽ എടുക്കാൻ പറ്റുള്ളൂ. 2 - 3.2 മുതൽ 2 3.2 വരെ. സി ഡിയിലോ 1 - 2.2 മുതൽ. സി ഡിയിൽ 1 - 2, 1 - 1, 1 0, 1 1, 1 2. ഇത്രയും പോയിന്റ് സി ഡിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇൻറ്റിജർ കോർഡിനേറ്റ് ആയിരിക്കണം, അതാണ് പ്രശ്നം. ഞാൻ ഇവിടെയുള്ള പോയിന്റുകൾ എടുക്കാത്തതിന്റെ കാരണം പറഞ്ഞില്ലേ, അവിടെ ഒന്നും എക്സ് ഇൻറ്റിജർ അല്ല. ഇത് ലെസ് ദാൻ ആയതുകൊണ്ട് 0 എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ഇൻറ്റിജർ എക്സ് കിട്ടണമെങ്കിൽ 3 വേണം, അത് എലിപ്സിന്റെ പുറത്തേക്ക് പോയി. ഇത്രയും പോയിന്റുകൾ എടുത്ത് നിങ്ങൾക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ A1, A2, A3, A4, A5, A6, A7. ഇത് B1, B2, B3, B4, B5. അപ്പോൾ ഇതിനകത്തുനിന്ന് എ ബിയിൽ നിന്ന് 7 പോയിന്റുകളും സി ഡിയിൽ നിന്ന് 5 പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എടുക്കാൻ 12ൽ നിന്ന് 3 പോയിന്റ് എടുക്കാം. അതാണ് ഡിനോമിനേറ്റർ. 12C3 അതാണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായി ഇനിയിപ്പോൾ ഉള്ളത്. പ്രോബബിലിറ്റി ദാറ്റ് PQR ഫോം എ ട്രയാങ്കിൾ ഹൂസ് ഏരിയ ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ. അതിൻ്റെ ഏരിയ പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടണം. ഏരിയ ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഏരിയ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഞാൻ ഏരിയനെ ഇങ്ങനെ വിളിക്കുക, ഹാഫ് BH. ഞാൻ ഇത് ഹൈറ്റ് ആയിട്ട് കാണും കേട്ടോ, ഇത് ഹൈറ്റ് ആയിട്ട് കാണുവാണ്. ഇതെപ്പോഴും 1 അല്ലേ എന്ന് നോക്കിയേ, കാരണം ഇതല്ലേ ഹൈറ്റ്, ഇതാ ഹൈറ്റ്, ഇത് 1. അപ്പോൾ H 1. അപ്പോൾ ഹാഫ് B എന്ന് കിട്ടും. ഹാഫ് B. ഞാൻ ഇതാട്ടോ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും B/2 ആണ് ഏരിയ. ഇത് 1 ആയിട്ട് എടുത്തു. 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് ഹൈറ്റ് 1. ഏരിയ B/2 ആണ്. ഈ ഏരിയ നിങ്ങൾക്ക് ഇൻറ്റിജർ കിട്ടണം. ഏരിയ ഇൻറ്റിജർ കിട്ടണമെന്ന് പറഞ്ഞാൽ B ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. B ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അതായത് നിങ്ങൾ ഇവിടുന്ന് ഒരു പോയിന്റ് B1 എടുത്തു. ഇതിന്റെ ലെങ്ത് നിങ്ങൾ ഇത് 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കൂ. ഇത് 1 യൂണിറ്റ് ആണ്. ഇത് 1, ഇത് 1. അപ്പൊ ഇവിടുന്ന് B1 എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് A1 A3 എടുക്കണം. A1 A3, കാരണം ഇത് 1, ഇത് 1. അപ്പൊ ഇത് 2 യൂണിറ്റ് ആയി. ഇത് 2 യൂണിറ്റ്. ഈ പോയിന്റ് എടുത്ത് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഹൈറ്റ് 1, ബേസ് 2. അപ്പോൾ ഏരിയ ഇൻറ്റിജർ കിട്ടും. അപ്പോൾ ബേസ് എടുക്കുവാണെങ്കിൽ A1 A3, A2 A4, A3 A5 അങ്ങനെ എടുക്കണം. ഇനി നേരെ തിരിച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഒരു പോയിന്റ്, ഇവിടെ നിന്ന് 2 പോയിന്റ്, അങ്ങനെയുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ B1 B3, B2 B4, B3 B5. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പോയിന്റ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ആദ്യം B2 കിട്ടുന്ന കേസ് 1, B = 2. പിന്നെ ഏതാ കേസ്?
ബി ഈക്വൽ ടു 4 അല്ലേ? ബി 4 വരാൻ പാടില്ലേ? ബി 4 വരാം, ബേസ് 4 വരാം. നോക്കിയേ, 1 2 3 4 കണ്ടോ, ബേസ് 4 വരാം. ബേസ് 6 വരാൻ പറ്റുമോ? വരാം. ഇതിനകത്ത് പറ്റില്ല, ഇതിനകത്ത് പറ്റും. നോക്കിയേ, 1 2 3 4 5 6 വരാം. അപ്പൊ ബേസ് 2 വരുന്ന കേസ് എടുക്കാം. ബേസ് 2 വരുന്ന കേസിൽ ആദ്യം സി ഡിയിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു എന്നിരിക്കട്ടെ. സി ഡിയിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു. അപ്പൊ എങ്ങനെ എടുക്കാം? 5, അതായത് 5C1 അല്ലേ? ഒരു പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ B1 അല്ലെങ്കിൽ B2 അല്ലെങ്കിൽ B3 അല്ലെങ്കിൽ B4 അല്ലെങ്കിൽ B5. ഇനി എ ബിയിൽ നിന്ന് ബ്രെഡ്ത്ത് 2 വരണ്ടേ? A1 A3 A1 A3 A2 A4 അങ്ങനെ A1 A3 A2 A4 A1 A3 A2 A4 A3 A5 A4 A6 A5 A7 5 പോയിന്റ് എടുക്കാം. എ ബിയിൽ നിന്ന് 5 പോയിന്റ് എക്സെട്ര ഇങ്ങനെ പോകും കേട്ടോ. 5 പോയിന്റ്. അപ്പോൾ ഇത് എത്ര കിട്ടി? ടോട്ടൽ എത്ര ട്രയാങ്കിൾ എടുക്കാം? 5 രീതിയിൽ എടുക്കാമെന്ന്. അപ്പോൾ 5 × 5 25 ട്രയാങ്കിൾ കിട്ടും. ഇനി ഇതേ കാര്യം തന്നെ സി ഡിയിൽ നിന്ന് 2 പോയിന്റ് എടുക്കുന്നു, എ ബിയിൽ നിന്ന് 1 പോയിന്റ് എടുക്കുന്നു. എ ബിയിൽ നിന്ന് 1 പോയിന്റ് എടുത്താൽ A1 A2 A3 എക്സെട്ര A7 7 പോയിന്റ് കിട്ടും. സി ഡിയിൽ നിന്ന് വിഡ്ത്ത് 2 വരുന്നു. വിഡ്ത്ത് 2 കാരണം B2 കിട്ടണം. അപ്പോൾ B1 B3 B2 B4 B3 B5 3 കേസ്. അപ്പോൾ 7 × 3 21. അപ്പോൾ വിഡ്ത്ത് 2 വരുന്നത് 25 + 21 ദാറ്റ് ഈസ് 46 അല്ലേ? 46. എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയണേ. 46. ദെൻ അടുത്ത കേസ്, സെക്കൻഡ് കേസ്. ഈ ബ്രെഡ്ത്ത് 4 വരുന്നു. ഇപ്പൊ കേസ് കുറഞ്ഞു. സി ഡിയിൽ നിന്ന് 1 പോയിന്റ് എടുക്കുന്നു. അപ്പോൾ 5 എണ്ണം എടുക്കാം. സി ഡിയിൽ നിന്ന് 1 പോയിന്റ് എടുത്തു. B1 അല്ലെങ്കിൽ B2 അല്ലെങ്കിൽ എപ്പോഴും ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ ലൈനിൽ നിന്ന് 1 ഈ ലൈനിൽ നിന്ന് 2 അങ്ങനെയല്ലേ എടുത്ത് വരയ്ക്കാൻ പറ്റുള്ളൂ. എ ബിയിൽ നിന്ന് നോക്കൂ, ബ്രെഡ്ത്ത് 4 വരണം. അപ്പോൾ ഏതൊക്കെ വരണം? 1 2 3 4 A1 A5 A1 A5 എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് എത്ര കിട്ടി? 4 കിട്ടി. A1 A5 A2 A6 A3 A7. അപ്പോൾ 3 കേസ് കിട്ടി. എ ബിയിൽ നിന്ന് 3 കേസ് കിട്ടി. ദെൻ അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 3 × 5 15. അടുത്തത് സി ഡിയിൽ നിന്ന് എത്ര പോയിന്റ് ആണ്? സി ഡിയിൽ നിന്ന് 1 പോയിന്റ് എടുക്കുന്നു. അപ്പോൾ സി ഡിയിൽ നിന്ന് 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല, സി ഡിയിൽ നിന്ന് എ ബിയിൽ നിന്ന് 1 പോയിന്റ് എടുക്കുന്നു. ഇനി എ ബിയിൽ നിന്ന് 1 പോയിന്റ്. അപ്പോൾ 7 രീതിയിൽ വരും. A1 A2 A3 A4 A5 A6 A7 1 പോയിന്റ്. സി ഡിയിൽ നിന്ന് 2 പോയിന്റ് എടുക്കുന്നു. 2 പോയിന്റ് എടുക്കുമ്പോൾ അതിൻ്റെ ആ ലെങ്ത് 4 കിട്ടണം കേട്ടോ. അപ്പോൾ B1 എടുത്തു കഴിഞ്ഞാൽ 1, ഇത് ലെങ്ത് 1 യൂണിറ്റ് ആണ്. 1 1 1 1. അപ്പോൾ B1 ഉം B5 എടുത്താലേ പറ്റുള്ളൂ. B1 B5 1 2 3 4 5 1 2 3 4 യെസ്. B1 B5 എടുക്കുക. അപ്പോൾ ഒരു രീതിയിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസറോ 1 × 7 ദാറ്റ് ഈസ് 7. അപ്പോൾ 15 + 7 ദാറ്റ് ഈസ് 22. 15 + 7 22. ഒരു കേസോടെ ഉണ്ട്. അതെന്താണ്? ബി നമുക്ക് 6 കിട്ടുന്നു. ബ്രെഡ്ത്ത് 6 കിട്ടുന്നു. ബ്രെഡ്ത്ത് 6 കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഒരിക്കലും കിട്ടില്ല. ഈ കേസിൽ മാക്സിമം ബ്രെഡ്ത്ത് കിട്ടുന്നത് എത്രയാ? 4 കിട്ടുള്ളൂ. ഈ കേസിൽ അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് 6 കിട്ടുന്ന കേസ് എന്ന് പറഞ്ഞാൽ സി ഡിയിൽ നിന്ന് 1 പോയിന്റ് എടുക്കുന്നു. അപ്പോൾ 5 വിധത്തിൽ. സി ഡിയിൽ നിന്ന് നമ്മൾ
ഒരു പോയിന്റ് എടുക്കുന്നു. 5 വിധത്തിൽ B1 B2 B3 5 C1. എ ബിയിൽ നിന്ന് എടുക്കുമ്പോൾ ബ്രെഡ്ത്ത് 6 കിട്ടണം. 1 2 3 4 5 6. അതായത് A1 A7 മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. A1 A7 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 6 ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ അത് ഒരു രീതിയിൽ. സോ 1 into 5 5 which is +5. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയിട്ട് ന്യൂമറേറ്റർ എന്ത് കിട്ടും? 46 22 68 +3 73 68 +5 73. ഡിനോമിനേറ്റർ 12C3. 12C3 എന്ന് പറഞ്ഞാൽ 12 into 11 into 10/1 into 2 into 3 6 2 into 3 6. Okay, sorry, 2 6 12 2 2 into 11 22 22 into 10 2 2 0. So option B is correct. JEE Advance 2023 കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ 73/220. ഒന്നുകൂടെ ഞാൻ പറയാം. എലിപ്സ് പരാബോള. എലിപ്സിനും പരാബോളയ്ക്കും അകത്തു വരുന്ന പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഇതിന് ഇൻസൈഡ് വരുന്നുണ്ട്. അവർ കൃത്യമായി പറയുന്നുണ്ട് എക്സ് വൈ എലമെന്റ് ഓഫ് ഇസഡ് ക്രോസ് ഇസഡ് ആണ്. ഇൻഡിജേഴ്സ് ആയിരിക്കണം. ഇൻഡിജേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എക്സിന് 1 അല്ലെങ്കിൽ 2 പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പോയിന്റുകൾ ചൂസ് ചെയ്തു. അടുത്ത ഇഷ്യൂ നമ്മൾ നേരിടുന്നത് ഏരിയയുടെ കാര്യത്തിലാണ്. ഏരിയ ഇൻഡിജർ ആയിരിക്കണം. ഏരിയ ഇൻഡിജർ ആണെങ്കിൽ ഈ ഹൈറ്റ്, ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ആണ്. ഈ ബേസ് എന്ന് ഇത് വിഡ്ത്ത് എപ്പോഴും 1 ആണ്. ഇത് കണ്ടില്ലേ, ഇത് 1 ആണ്. 1 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അപ്പോൾ എച്ചിന് 1 കൊടുത്തു. അപ്പോൾ ഏരിയ B/2 വന്നു. ഇനി ഇത് ഇൻഡിജർ കിട്ടണമെങ്കിൽ ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ബി ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 6 വരാം. 8 വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 8ലേക്ക് കടക്കില്ല, ഇതിനകത്ത് നിൽക്കും. അപ്പോൾ അത് 3 കേസായിട്ട് എടുത്ത് 2 4 6 നമ്മൾ ചെയ്തു. ദെൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ ബോക്സിലേക്ക് എത്തി. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിളാണ്. 2017 ക്വസ്റ്റ്യൻ ആണ്. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതോടെ ചെയ്ത് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കിക്കോളൂ. 3 randomly chosen non-negative integers x, y and z are found to be satisfies the equation x plus y plus 10 z equal to 10 and the probability that z is even. ഇത് നിങ്ങൾ പെർമ്യൂട്ടേഷൻ്റെ കൺസെപ്റ്റ് ആവരുത്. ടോട്ടൽ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ x1 പ്ലസ് non-negative integer solution of x1 plus x2 plus x3 plus etc. xr equal to n is n plus r minus 1 cr minus 1. Total number of non-negative integer solution. നാച്ചുറൽ നമ്പർ സൊല്യൂഷൻ ആണെങ്കിൽ n-1 cr-1 വരും. നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഇസ് ദിസ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ n എന്ന് പറയുന്നത് 10 ആണ്. r എന്ന് പറയുന്നത് എത്ര വേരിയബിൾ ഉണ്ട്? ഇവിടെ x, y, z 3 വേരിയബിൾ ഉള്ളൂ. +3 - 1 c 3 - 1 = 12c2. ശരിയല്ലേ?
വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 11 ബൈ 1 ഇൻറ്റു 2. ആൻസർ ഈസ് 66. അതാണ് ടോട്ടൽ കേസ്. ഡിനോമിനേറ്റർ 66 ആയിരിക്കും. ന്യൂമറേറ്റർ ഇതേ കേസ് തന്നെ നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എങ്ങനെ? നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, ഏത്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് സീക്വൽ ടു 10. ഇതിനകത്ത് ഇസഡ് ഈവൻ വരുന്ന കേസുകളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇസഡിന് 0 വരാം. 0 വന്നാൽ ഈവനായി. 0 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 വരും. ഇതിനെത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതേ റിസൾട്ട് തന്നെ. 10 പ്ലസ് 2 മൈനസ് 1 സി 2 മൈനസ് 1. n 10 ആണ്, വേരിയബിൾ 2 ആണ്, r 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 11 c1 ദാറ്റ് ഈസ് 11. ഇതുപോലെ പെട്ടെന്ന് അങ്ങ് എഴുതി പോകാവുന്നേ ഉള്ളൂ. ഇസഡിന് 2 കൊടുത്താൽ, ഇസഡിന് 2 എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് വൈ സീക്വൽ ടു 8 കിട്ടും. 2 റൈറ്റിലേക്ക് പോകും. 10 മൈനസ് 2 8 വരും. 8 വരുമെങ്കിൽ സൊല്യൂഷൻ 8 പ്ലസ് 2 മൈനസ് 1 സി 2 മൈനസ് 1 വരും. അപ്പോൾ 9 c1 വരും. സീക്വൽ ടു 9 കിട്ടും. അടുത്തത് ഇസഡ് സീക്വൽ ടു 4 കൊടുത്താൽ, z is equal to 4 കൊടുത്താൽ 4 റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ എക്സ് പ്ലസ് വൈ സീക്വൽ ടു 6 കിട്ടും. അപ്പോൾ 6 പ്ലസ് 2 മൈനസ് 1 സി 2 മൈനസ് 1 7 സി 1 കിട്ടും. ദാറ്റ് ഈസ് 7. z is equal to 6 കൊടുത്താൽ എക്സ് പ്ലസ് വൈ സീക്വൽ ടു 4 വരും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 4 പ്ലസ് 2. 4 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 2 മൈനസ് 1 സി 2 മൈനസ് 1 5 കിട്ടും. ഇസഡ് സീക്വൽ ടു 8 കൊടുത്താൽ, ഞാൻ ചെയ്യുന്നില്ല, ഈ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം, 3 കിട്ടും. ഇസഡ് സീക്വൽ ടു 10 കൊടുത്താൽ, 10 കൊടുക്കുന്നതിന് കുഴപ്പമില്ല. 10 കൊടുത്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനുള്ളൂ. ഏതാ? 0 0 അല്ലേ? 0 0. കാരണം നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 0 അലൗഡ് ആണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം സമ്മാണ് ഉദ്ദേശിക്കുന്നത് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ നിങ്ങൾക്ക് 66 കിട്ടി. ന്യൂമറേറ്റർ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 11. ഓക്കെ, 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 11. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് 6 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n സ്ക്വയർ. സം ഓഫ് 6 1 2 3 4 5 6 6 odd natural numbers, its sum is 6 square, that is 36. So your answer is 36 by 66. നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യാം. 6 കൊണ്ട് കട്ട് ചെയ്താൽ 6 by 11. 6 by 11. Option D is the answer. 6 by 11. Option D is the correct answer. Okay. ഇത് 2017 ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി വീണ്ടും നമുക്ക് പ്രോബബിലിറ്റിയിലെ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. അപ്പോൾ ഒത്തിരി ലെങ്തി ആകുമ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആവും. അപ്പോൾ അതുകൊണ്ട് 4-5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അടുത്ത പാർട്ടായിട്ട് നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ.